നമ്മുടെ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്കടുത്താണ് ഈ കടമറ്റം പള്ളി സ്ഥിതി ചെയ്യുന്നത്. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന പള്ളികളിലൊന്നാണിത്. ഇവർ തമ്മിലുള്ള തർക്കം മൂലം 1998 ഈ പള്ളി അടച്ചുപൂട്ടിയെങ്കിലും 8 വർഷങ്ങൾക്ക് ശേഷം 2006 വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. കടമറ്റം പള്ളി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കത്തനാരച്ചനെ കുറിച്ചാണ്. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാമാന്ത്രികനായ വൈദികനായിരുന്നു കടമറ്റത്ത് കത്തനാർ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നൽകിയിട്ടുണ്ട്. യഥാർത്ഥ പേര് പൗലോസ് എന്നാണ്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പൗലോസിനെ കടമറ്റം പള്ളിയിലെ അച്ഛൻ എടുത്തു വളർത്തുകയായിരുന്നു. അച്ഛൻ അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകുകയും പലതരം ഭാഷകൾ പഠിപ്പിക്കുകയും ചെയ്തു. പണ്ട് കാലത്ത് കാട്ടിൽ മേയാൻ പോയ പശുക്കൾ തിരികെ വരാതിരിക്കുകയും അവരെ അന്വേഷിക്കാൻ വേണ്ടി പോയ പൗലോസിനെ കാട്ടുവാസികളായ മന്ത്രവാദികൾ പിടിക്കുകയും ചെയ്തു. തുടർന്ന് നീണ്ട 12 വർഷക്കാലം അവരോടൊപ്പം താമസിച്ച പൗലോസ് അവരിൽ നിന്ന് മാന്ത്രിക വിദ്യകളെല്ലാം പഠിക്കുകയും ചെയ്തു. അവരിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ വന്ന പൗലോസ് മഹാമാന്ത്രികനായ കടമറ്റത്തച്ഛനായി മാറുകയായിരുന്നു. കടമറ്റത്തച്ഛൻ പാതാളത്തിലേക്ക് പോയി എന്ന് പറയപ്പെടുന്ന കിണർ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ അടുത്തിടെ ഇതിലേക്ക് ആരോ ചാടി മരിച്ച മൂലം ഇതിപ്പോൾ അടക്കപ്പെട്ട നിലയിലാണ്. അതുപോലെ തന്നെ കടമറ്റത്തച്ഛനെ അടക്കിയിരിക്കുന്നത് നമ്മുടെ ഈ പള്ളിയുടെ അകത്ത് തന്നെയാണ്. കടമറ്റം പള്ളിയുടെ ഇടതുവശത്തോട് താഴേക്ക് പോകുമ്പോഴാണ് കത്തനാരച്ചൻ കാട്ടിൽ നിന്ന് തിരിച്ചെത്തി ആദ്യമായി എത്തിയ പള്ളി കാണുന്നത്. ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ളൊരു പള്ളിയാണ് നമ്മുടെ ഈ കടമറ്റം പള്ളി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പള്ളി ഒന്ന് പോയി കാണുക. എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്കടുത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.